ഗണേഷ്, ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുമുന്നണിക്കകത്ത് ആ മുന്നണിയെ നയിക്കുന്ന CPIM നിലവിൽ നേരിടുന്നത് ബ്രൂവറി വിഷയമടക്കം പല പ്രശ്നങ്ങളിലും വികസനത്തിന്റെ കാര്യം പറഞ്ഞ്, വിഭവസമാഹരണത്തിന്റെ കാര്യം പറഞ്ഞ് പല നയമാറ്റങ്ങളിലേക്കും CPIM കടക്കുമ്പോൾ CPI പോലെ മുന്നണിയിലെ രണ്ടാം ഘടക കക്ഷിയെ ബോധ്യപ്പെടുത്താൻ CPIM എത്രത്തോളം കഴിയുന്നുണ്ട് എന്നതാണ്. CPI വലിയ എതിർപ്പുകൾ ഉന്നയിക്കുമ്പോൾ പോലും അതിനെ വകവയ്ക്കാതെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അവിടെയാണ് പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നവകേരളത്തിനായുള്ള പുതുവഴികളിൽ അദ്ദേഹം പറയുന്നത് ഒരു സാധ്യത എന്ന നിലയിൽ ഇപ്പോൾ യൂസേഴ്സ് ഫീ പിരിക്കുന്നതിനെ കുറിച്ച്, സെസ് കൊണ്ടുവരുന്നതിനെ കുറിച്ച്, പാവപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ പണം സ്വരൂപിച്ച് വിഭവ സമാഹരണം നടത്തുന്നതിനെ കുറിച്ച്, പരിസ്ഥിതി പോലെയുള്ള പ്രശ്നങ്ങളിൽ CPI വലിയ എതിർപ്പുന്നയിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വ്യാവസായിക വളർച്ച എന്ന വാദം വെച്ചുകൊണ്ട് ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്, ഇതൊക്കെ ഇടതുമുന്നണി എന്ന സംവിധാനത്തിനകത്ത് CPIM എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിച്ച് അവരുടെ പിന്തുണ നേടാൻ കഴിയും? അതൊരു വലിയ പ്രതിബന്ധമായി പാർട്ടിക്ക് മുന്നിൽ നിൽക്കാൻ പോവുകയില്ലേ ഈ നയരേഖ മുന്നോട്ട് വരുമ്പോൾ? GK ഇത്തരം വിഷയങ്ങളിൽ CPIയെ എത്രത്തോളം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്, കഴിയുന്നുണ്ട് എന്നതിനേക്കാൾ പ്രധാനം. അങ്ങനെയുള്ളൊരു ശ്രമമൊന്നും CPIMന്റെ ഭാഗത്തുനിന്ന് പൊതുവിലുണ്ടാകാറില്ല. കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ എതിർപ്പുകൾ വരുമ്പോൾ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായി CPI വഴങ്ങുകയാണ് പതിവ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ CPIയും ആഗ്രഹിക്കാറില്ല. മുന്നണി സംവിധാനത്തിന് അത് ദോഷം ചെയ്യും എന്നുള്ളതും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടും എത്രത്തോളം CPI അത് കടുംപിടുത്തം പിടിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ CPIയും CPIMും ഒക്കെ പല ഘട്ടങ്ങളിൽ എതിർത്തിട്ടുള്ള കാര്യങ്ങളാണ്. ടോൾ ആണെങ്കിലും ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം കൂടുതൽ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും പൊതുമേഖലയിൽ, പ്രത്യേകിച്ച് പൊതുമേഖലയിൽ സ്വകാര്യ നിക്ഷേപം എന്നുള്ള സങ്കല്പമൊക്കെ അത് എത്രത്തോളം CPIMന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയും എന്നല്ല. തനേഷ്, ഞാൻ മനസ്സിലാക്കുന്ന ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ പൊതുമേഖലാ ബാങ്കുകളെ വിറ്റഴിക്കുന്നതിൽ അതിശക്തമായ എതിർപ്പുന്നയിക്കുന്ന പ്രമേയമൊക്കെ അവതരിപ്പിച്ച് അത് ചർച്ചയിലേക്ക് വന്ന അതേ സമ്മേളനത്തിൽ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ PPP മോഡൽ എന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് നേരത്തെ CPIMന് അറിവുള്ളതാണോ? ഈ രേഖ വരുന്നതിന് മുൻപ് തന്നെ CPIM സംസ്ഥാന സമിതിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ഒക്കെ അറിവുള്ളതാണോ? രാജ്യമൊട്ടാകെ ഇത്തരത്തിൽ വിറ്റഴിക്കുന്നതൊക്കെ പീപ്പിൾ ഡെമോക്രസിയിലെ ലേഖനങ്ങൾ, എണ്ണമറ്റ ലേഖനങ്ങൾ ഇപ്പോഴും കിടപ്പാണ്. അത് അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട വേദിയെ ഏറ്റെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM. ആ CPIM PPP മോഡലിനെ പറ്റി പറയുന്നത് പാർട്ടിക്ക് നേരത്തെ അറിവുള്ളതായിരുന്നോ തനേഷ്? തീർച്ചയായും ഹാഷ്മി, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച, നവകേരള രേഖയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഇത്തരം ആശയങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനൊക്കെ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ആ രൂപത്തിൽ, അതായത് പ്രത്യേകിച്ച് യൂസർ ഫീ, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം. ഇപ്പം സ്വകാര്യ നിക്ഷേപം പൊതുമേഖലയിലേക്ക് വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അതിന്റെ ശൈലി എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം. ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉന്നയിച്ചു. ചർച്ചയിൽ പങ്കെടുത്ത 17 പേരിൽ ഭൂരിഭാഗം പേരും ഈ ഒരു നവകേരള രേഖ നടപ്പിലാക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗത്തെ കാണാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ഇത് അനിവാര്യമാണ്, അതായത് കൂടുതൽ വിഭവ സമാഹരണം അനിവാര്യമാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സമിതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, നവകേരള രേഖ അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കേരളത്തിന് അവകാശപ്പെട്ട പണം അത് നൽകാൻ തയ്യാറാവുന്നില്ല കേന്ദ്ര സർക്കാർ. ഒപ്പം തന്നെ വായ്പ എടുക്കാനുള്ള പരിധി ഉയർത്താനുള്ള അനുമതിയും നൽകുന്നില്ല. അങ്ങനെ എല്ലാ വിധത്തിലും സംസ്ഥാനത്തെ ഞെരിക്കുകയാണ് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി CPIM മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തിന് ഒരു ഈ വിഭവ സമാഹരണത്തിൽ സ്വയം പര്യാപ്തമാകണം എന്നുള്ള ഒരു നിലപാട് CPIM സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് എവിടെ നിന്നൊക്കെ ധനം സ്വീകരിക്കാൻ കഴിയും. ഈ നവകേരള രേഖയുടെ ഒരു പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വിഭവ സമാഹരണം നടത്തുന്ന മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതൊക്കെ മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്താൻ കഴിയും എന്നത് സംബന്ധിച്ചിട്ടാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകളിലേക്ക് സ്വകാര്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ CPIM ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനെതിരെ ദേശീയ വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ ഈ വിഭവ സമാഹരണം നടത്താൻ പൊതുമേഖലയിൽ സ്വകാര്യ നിക്ഷേപം എങ്ങനെ കൊണ്ടുവരാം, അതും പാർട്ടി നയത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ കൊണ്ടുവരാം എന്നത് സംബന്ധിച്ചിട്ടാണ് ചർച്ച നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരളത്തിന് വേണ്ടിയുള്ള വികസന കാഴ്ചപ്പാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുമ്പോഴും അത് പാർട്ടി നയത്തിന്റെ അതിരു
അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണ്, അല്ലാതെ പുതുതായി ഒന്നും ഒരു വ്യതിയാനം താൻ കൊണ്ടുവരുന്നില്ല എന്ന വിശദീകരണമാണ് 4 മണിക്കൂർ നീണ്ട പ്രതിനിധികളുടെ ഈ ചർച്ചയിൽ അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും ഇത് ഇടത് മുന്നണിക്കകത്ത് ഘടക കക്ഷികളെ എത്രത്തോളം ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിയും, അത് ബോധ്യപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യതയായി CPM-ന് മുന്നിൽ നിലനിൽക്കുന്നുണ്ടോ? 3-ാം ഊഴം ലക്ഷ്യമിട്ട് CPM സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയരേഖയുമായി പിണറായി വിജയൻ ക്യാപ്റ്റനായി പുറത്തിറങ്ങുമ്പോൾ ഒരു ഒറ്റയാൻ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോയി 3-ാം ഊഴം ഉറപ്പിക്കാൻ പിണറായി വിജയന് സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. CPM എതിർപ്പൊക്കെ ഉയർത്താറുണ്ട്, കാര്യമെടുക്കാറൊന്നുമില്ല, അങ്ങനെ നമ്മുടെ തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്ന് പറയുന്നത്. അതായത് മുന്നണിക്കകത്തുള്ള മര്യാദ CPM-ന് ഒരു പ്രശ്നമല്ലെന്നാണ് എന്ന് പറഞ്ഞാൽ വെളിയം ഭാർഗവന്റെ കാലത്ത് ഇറങ്ങി നിന്ന് പരസ്യ പ്രസ്താവന കലാപം പ്രഖ്യാപനം കാനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ കാനം നിശബ്ദമാകുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ സമയത്ത് എതിർപ്പുന്നയിക്കുന്നു എന്നതിനപ്പുറം ആ എതിർപ്പ് ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുന്നതായോ അതോ അങ്ങനെ മുഖവിലേക്ക് എടുക്കാത്ത പ്രധാനപ്പെട്ട പാർട്ടിയെ പിടിച്ചു നിർത്തി മുഖവിലേക്ക് എടുപ്പിക്കാനുള്ള നീക്കം ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം അതൊരു വലിയ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് എന്ന നിലയ്ക്ക് തന്നെ CPM കാണുന്നു. ഞാൻ പറഞ്ഞത് അതിനെ രാഷ്ട്രീയമായി അതിന് മറുപടി പറയേണ്ടി വരും CPM-ന്. അവര് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ CPI പരിഗണിക്കുന്നുണ്ടോ, ഇടതു മുന്നണിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്കകത്താണോ എന്നുള്ള ഒരു ചോദ്യത്തിന് CPM മറുപടി വരും. പക്ഷെ അതിനൊരു ന്യായം ഞാൻ പറഞ്ഞത് ഈ പ്രത്യയശാസ്ത്ര നിലപാട് എന്നൊക്കെയുള്ള വലിയ വാക്ക് പറയേണ്ട കാലമാണോ? വലിയ വാക്ക് CPM പോലും കാര്യമായിട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ആ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലല്ല. ഐഡിയോളജി വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞു. CPM-ന് അതിനകത്തൊരു മറുപടി പറയേണ്ടി വരും.